നിങ്ങൾ മേടിക്കാൻ പോകുന്ന ഈ പുതിയ കാറിന് നിങ്ങൾ വിചാരിക്കുന്ന വിലയല്ല നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ 1 ലക്ഷം രൂപ സാലറി ഉള്ള ഒരാളാണ്. നിങ്ങൾ അത്യാവശ്യമായിട്ടൊരു കാർ മേടിക്കാനായിട്ട് തീരുമാനിക്കുന്നു. 2 ഓപ്ഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. ഒന്ന് മാരുതി ഫ്രോങ്സ് ആണ്, ഒന്ന് മാരുതിയുടെ തന്നെ ഗ്രാൻഡ് വിറ്റാരയാണ്. ഒന്നിന് 10 ലക്ഷം രൂപ വില വരുന്നു, ഒന്നിന് 20 ലക്ഷം രൂപ വില വരുന്നു. മാരുതി ഫ്രോങ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ ലോൺ എടുക്കുകയും മാരുതി ഗ്രാൻഡ് വിറ്റാര ആണെങ്കിൽ 15 ലക്ഷം രൂപയുടെ ലോൺ എടുക്കുകയും വേണ്ടി വരുന്നു. 8 ലക്ഷം രൂപയുടെ ലോൺ ആണെങ്കിൽ 5 വർഷത്തേക്ക് ഏകദേശം 15,000 രൂപ EMI വരുന്നു. 15 ലക്ഷം രൂപയുടെ ലോൺ ആണെങ്കിൽ ഏകദേശം 30,000 രൂപ മന്ത്ലി EMI വരുന്നു. നിങ്ങൾക്ക് ഇത് രണ്ടും അഫോർഡബിൾ ആണ്. കാരണം നിങ്ങളുടെ ചെലവുകൾ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനഫ് ആയിട്ടുള്ള പൈസയുണ്ട്. നിങ്ങൾ മാരുതിയുടെ ഗ്രാൻഡ് വിറ്റാര എടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. 15 ലക്ഷം രൂപയുടെ 5 വർഷത്തെ ലോണും എടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും 15,000 രൂപ എക്സ്ട്രാ നിങ്ങൾ മാസം ആ EMIയിലേക്ക് അടയ്ക്കുന്നുണ്ട്. ഈ 15,000 രൂപ നിങ്ങളൊരു SIP ആയിട്ട് ഒരു 13% CAGR കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ 5 വർഷത്തിന് ശേഷം ആ ടോട്ടൽ തുക എന്ന് പറയുന്നത് 13.5 ലക്ഷമായിരിക്കും. 5 വർഷത്തിന് ശേഷം മാരുതി ഫ്രോങ്സിന്റെയും മാരുതി ഗ്രാൻഡ് വിറ്റാരയും റീസെയിൽ വാല്യൂവിലുള്ള ഡിഫറൻസ് ഏകദേശം 4.5 ലക്ഷം രൂപയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ 8 ലക്ഷം രൂപ അഡീഷണൽ നിങ്ങൾ അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഗ്രാൻഡ് വിറ്റാരയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അവിടെ 20 ലക്ഷം അല്ല കാറിന് മുടക്കുന്നത്, എന്നാൽ 28 ലക്ഷമാണ് എന്നുള്ള ബോധ്യത്തോടെ വേണം നിങ്ങൾ എടുക്കാനായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് ആവശ്യമുള്ള ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.